ഹായ് ഗൈസ്, ശ്രീനിവാസൻ നെടുവത്ത് മേപ്പാടിയാണേ. ഞാനിന്നൊരു 50 സെൻറ്റ് സ്ഥലം, ഒരു 3 ബെഡ്റൂമിൽ നല്ലൊരു ടെറസ് വീട് പരിചയപ്പെടുത്താനാണ് വന്നത്. ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത് നിർദ്ദിഷ്ട തുരങ്കപാതയുടെ തൊട്ടടുത്തായിട്ടാണ്. നമുക്കറിയാം, ഒരു 4-5 വർഷം കഴിഞ്ഞാൽ വയനാട് ചുരത്തിലൂടെ പോകുന്ന മുഴുവൻ വാഹനങ്ങളും വന്നിറങ്ങുന്ന കവാടത്തിലാണ് ഈ ഭൂമിയുള്ളത്. 5 വർഷം കഴിഞ്ഞാൽ വലിയൊരു അങ്ങാടിയായിരിക്കും. അതുപോലെ തന്നെ കള്ളാടി, കണ്ണാടിപ്പാലം, 900 കണ്ടി, സൂചിപ്പാറ, അതുപോലെയുള്ള എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു ഭൂമിയാണ്. ഈ ഭൂമിയുടെ പ്രത്യേകത, അതിൻ്റെ ബൗണ്ടറിയിലൂടെ വലിയൊരു പുഴ, ഏകദേശം 100 അടിയോളം വീതിയുള്ള വലിയൊരു പുഴ ഒഴുകുന്നുണ്ട്. ഇപ്പോൾ വെള്ളമില്ല, അധികം കൊണ്ട് വറ്റിയിട്ടുണ്ട്. കുറഞ്ഞ ഭാഗങ്ങളിലേ വെള്ളമുള്ളൂ. വർഷക്കാലം ആയാലും ഒരു 11 മാസവും നിറഞ്ഞൊഴുകുന്ന ഒരു പുഴയാണ്. അടിപൊളി സാധ്യതയുള്ള ഒരു ഭൂമിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ബോച്ചെ 1000 ഏക്കർ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൂടെയാണ് ഇതിലേക്കുള്ള വഴി. ബോച്ചെ 1000 ഏക്കറിൽ ഒരുപാട് ടൂറിസത്തോട് ബന്ധപ്പെട്ട പ്രൊജക്റ്റുകൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരും. ഭാവിയിൽ നമ്മൾ ഇവിടെ ഹോം സ്റ്റേയോ റിസോർട്ടോ ഒക്കെ ആക്കുകയാണെങ്കിൽ നമുക്ക് ഗസ്റ്റിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അവിടെ വരുന്ന ആളുകൾ തന്നെ ഇങ്ങോട്ട് വന്നാൽ മതി. ആയിരക്കണക്കിന് ആളുകൾ ദിവസം വന്നു പോകുന്ന ഒരു പ്രദേശത്താണ് ഈ ഒരു ഭൂമിയുള്ളത്. അതിമനോഹരമാണ്. ചമ്പ്ര വ്യൂ, അതുപോലെ തന്നെ തേയിലത്തോട്ടം വ്യൂ. ഈ ഒരു ഭൂമിയിൽ നിന്ന് 200 മീറ്റർ മാത്രമാണ് ഈ നിർദ്ദിഷ്ട തുരങ്കപാതയിലേക്കുള്ള എയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് തുരങ്കപാത. നമ്മുടെ ഭൂമിയിലിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് എടുത്ത പിക്ചറാണത്. താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇത്ര പോലും ദൂരം നമുക്ക് തോന്നില്ല. അത്ര അടുത്തായിട്ടാണ് ഈ ഒരു ഭൂമി വരുന്നത്. ഇതിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇതിൽ വിളിച്ചാൽ മതി. A to Z കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. എല്ലാ പേപ്പറും പക്കയാണ്. എന്ത് പ്രൊജക്റ്റും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഭൂമിയാണിത്. വിളിക്കുക. ഇതിൽ കവുങ്ങുണ്ട്, കാപ്പിയുണ്ട്, തെങ്ങുണ്ട്, അതുപോലുള്ള ഫലവൃക്ഷങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഒരു ഭാഗത്ത് ബൗണ്ടറിയിൽ തേയിലയാണ്. ബോച്ചെ 1000 ഏക്കർ യുടെ ഒരു ഭാഗമായിട്ടാണ്